അടികൊണ്ട് തളർന്ന എതിരാളിയെ തീയുണ്ട കൊണ്ട് എറിഞ്ഞിട്ട മത്സരം. അതിനപ്പുറം എന്താണ് ഈ മത്സരത്തെക്കുറിച്ച് പറയാനാകുക? ഫൈനലിലേക്ക് RCBയുടെ രാജകീയ എൻട്രി, സമ്പൂർണ്ണ ആധിപത്യം. RCBക്ക് ഇത് വെറുമൊരു ജയമല്ല, ഞങ്ങൾ ഫൈനലിലേക്ക് വരുന്നത് കപ്പ് തൂക്കാൻ ഉറച്ചാണെന്നുള്ള സ്റ്റേറ്റ്മെന്റാണിത്. പ്ലേ ഓഫ് എങ്ങനെ കളിക്കണമെന്ന് കാണിച്ചു തരികയായിരുന്നു RCB. 92 റൺസിന്റെ വിജയം സ്വന്തമാക്കിയാണ് RCBയുടെ ഫൈനലിലേക്കുള്ള മാസ് എൻട്രി. ആദ്യം ബാറ്റ് ചെയ്ത RCB 5 വിക്കറ്റ് നഷ്ടത്തിൽ 254 റൺസ് നേടി. ക്വാളിഫയർ മത്സരത്തിൽ ഇത്രയും വലിയ സ്കോർ നേടി എന്നത് തന്നെയായിരുന്നു RCBയുടെ ആദ്യ ജയം. ബാറ്റിംഗ് കഴിഞ്ഞപ്പോൾ തന്നെ ഫൈനൽ ഉറപ്പിച്ച ഫിൽ കോഹ്ലിയുടെ ഉൾപ്പെടെയുള്ള താരങ്ങളിൽ പ്രകടമായിരുന്നു. കൂറ്റൻ വിജയലക്ഷ്യം മറികടക്കാനിറങ്ങിയ ഗുജറാത്ത് തുടക്കത്തിലെ വീണു. റൺസ് കണ്ടെത്താൻ കഴിയാത്ത വിധം RCB ബൗളർമാർ അവരെ വരിഞ്ഞു മുറുക്കി. തുരുതുര വിക്കറ്റുകൾ കൂടി വീണതോടെ 162 റൺസിൽ ഗുജറാത്തിന്റെ കഥ കഴിഞ്ഞു. 20 ഓവർ തേക്കാൻ പോലും കഴിയാതെ ഓൾ ഔട്ട് ആവുകയായിരുന്നു അവർ. 3 താരങ്ങൾ മാത്രമാണ് ഈ നിരയിൽ നിന്ന് 2 അക്കം കണ്ടത്. RCBയെ ഫൈനലിലേക്ക് എത്തിച്ച 3 ഘടകങ്ങൾ ഏതൊക്കെയെന്ന് വേഗത്തിൽ നോക്കാം. 1. വെടിക്കെട്ട് ബാറ്റിംഗ്. RCBയുടെ കൂറ്റൻ സ്കോറാണ് യഥാർത്ഥത്തിൽ GTയെ വീഴ്ത്തിയത്. ടീം സ്കോർ 21 നിൽക്കെ 7 ബോളിൽ 19 റൺസ് എടുത്ത വെങ്കടേഷ് അയ്യർ നഷ്ടമായെങ്കിലും കോഹ്ലിയും പടിക്കലും ചേർന്ന് RCBയെ മുന്നോട്ട് നയിച്ചു. ടീം സ്കോർ 93 നിൽക്കെ 25 ബോളിൽ 43 റൺസ് എടുത്ത കോഹ്ലിയെയും തൊട്ടു പിന്നാലെ 19 ബോളിൽ 30 റൺസ് എടുത്ത പടിക്കലിനെയും RCBക്ക് നഷ്ടമായി. അവിടെ നിന്ന് ബാംഗ്ലൂരിന്റെ മട്ടും ഭാവവും മാറുകയായിരുന്നു. നായകൻ രജത് പാട്ടിദാർ തന്നെ മിഷൻ ഏറ്റെടുത്ത് തകർത്തടിക്കാൻ തുടങ്ങിയതോടെ ഗുജറാത്തിന്റെ തന്ത്രങ്ങളെല്ലാം പാളി. കൃണാൽ പാണ്ഡ്യ കൂടി മികച്ച കൂട്ടുകെട്ട് നൽകിയപ്പോൾ മാസി പാർട്ണർഷിപ്പ് തന്നെ അവിടെ പിറന്നു. 33 ബോളിൽ 93 റൺസ് നേടി രജത് പാട്ടിദാറും 28 ബോളിൽ 43 റൺസ് നേടി കൃണാലും RCBയെ കൂറ്റൻ സ്കോറിലേക്ക് നയിച്ചു. അവസാനം എത്തിയ ജിതേഷ് ശർമ്മയുടെ 5 ബോളിൽ 15 റൺസ് തൂക്കിയടി കൂടിയായപ്പോൾ ഗുജറാത്തിന്റെ കഥ കഴിഞ്ഞു. 2. തീപ്പോരി ബൗളിംഗ്. പതിവ് പോലെ ഭുവനേശ്വർ കുമാറും സംഘവും ഗുജറാത്തിനെ വരിഞ്ഞു മുറുക്കുകയായിരുന്നു. GTയുടെ സ്കോർ 17 നിൽക്കെ ഹിറ്റ് വിക്കറ്റിലൂടെ സായി സുദർശൻ തെറിച്ചെങ്കിൽ 27 നിൽക്കെ 7 ബോളിൽ 2 റൺസ് മാത്രം നേടിയ ഗില്ലിനെ ഭുവനേശ്വർ കുമാർ കൂടാരം കയറ്റി. പിന്നീട് അങ്ങോട്ട് മാലപ്പടക്കത്തിന് തിരികൊളുത്തിയതുപോലെയായിരുന്നു GTയുടെ സ്ഥിതി. 51 റൺസിൽ നിൽക്കെ മാത്രം 3 വിക്കറ്റുകളാണ് നഷ്ടമായത്. 88-ന് 8 എന്ന നിലയിൽ നിന്ന് രാഹുൽ തെവാട്ടിയാണ് ഗുജറാത്തിനെ വൻ തോൽവി ഒഴിവാക്കിയത്. 43 ബോളിൽ 68 റൺസ് നേടിയ തെവാട്ടിയ ഒന്ന് പൊരുതി നോക്കിയെങ്കിലും വീണുപോയി. ഭുവനേശ്വർ കുമാർ തന്നെയാണ് തെവാട്ടിയെയും പുറത്താക്കിയത്. 7 താരങ്ങൾ 2 അക്കം കാണാതെ പുറത്തായി എന്ന് പറയുമ്പോൾ തന്നെ ഗുജറാത്തിന്റെ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കൂ. ജേക്കബ് ഡഫി 39 റൺസ് വഴങ്ങി 3 വിക്കറ്റും ഭുവനേശ്വർ കുമാർ 28 റൺസ് വഴങ്ങി 2 വിക്കറ്റും നേടിയപ്പോൾ കൃണാൽ 16 റൺസ് വഴങ്ങി 2 വിക്കറ്റ് ഇട്ടു. റാസിഖ് സലാമൻ 2 വിക്കറ്റ് നേടി. 3. ഗുജറാത്തിന്റെ മോശം ഫീൽഡിംഗ്. ഇത്രയും പ്രഷർ മാച്ചിൽ ഏറ്റവും മോശം ഫീൽഡിംഗ് ആണ് ഗുജറാത്ത് കാഴ്ചവെച്ചത്. ഈ മത്സരത്തിലെ ടോപ്പ് സ്കോററായ രജത് പാട്ടിദാറിന്റെ ക്യാച്ച് കളഞ്ഞതോടെ ഗുജറാത്ത് മത്സരം തന്നെ കൈവിട്ടു. രജത് പാട്ടിദാർ 20 റൺസിൽ നിൽക്കെ റബാഡയാണ് ക്യാച്ച് മിസ് ചെയ്തത്. ഗുജറാത്തിന് കിട്ടിയ ഒരു സുവർണാവസരമായിരുന്നു ഇവിടെ കൈവിട്ടത്. പിന്നാലെ പാട്ടിദാർ അടിച്ച് കസറാൻ തുടങ്ങിയതോടെ കളി കൈവിട്ടു. ഇതിനു പുറമെ ഈസിയായി പിക്ക് ചെയ്യുന്ന പല ബോളുകളും ഗുജറാത്ത് ഫീൽഡർമാർ ബൗണ്ടറിയാക്കി മാറ്റിയതും തിരിച്ചടിയായി. മോശം ഫീൽഡിംഗിൽ കലിപ്പുണ്ട ക്യാപ്റ്റൻ ഗില്ലിനെയും മത്സരത്തിനിടെ നമുക്ക് കാണാമായിരുന്നു. മെച്ചപ്പെട്ട ഫീൽഡിംഗ് കാഴ്ചവെച്ചിരുന്നെങ്കിൽ ഗുജറാത്തിന്റെ സ്ഥിതി തന്നെ മറ്റൊന്നാകുമായിരുന്നു. ഇതൊക്കെയാണ് പ്രധാനമായും ഗുജറാത്തിനെ പടുകൂറ്റൻ തോൽവിയിലേക്കും ബാംഗ്ലൂരിനെ ത്രസിപ്പിക്കുന്ന ജയത്തിലേക്കും എത്തിച്ചത്. അടി വാങ്ങിക്കൂട്ടാൻ ഗുജറാത്ത് ബൗളർമാർ മത്സരിച്ചതും തിരിച്ചടിയായി. ബാംഗ്ലൂർ നേരിട്ട് ഫൈനലിലേക്ക് എത്തിയെങ്കിൽ ഗുജറാത്തിന് ഒരു അവസരം കൂടി ബാക്കിയുണ്ട്. എലിമിനേറ്റർ ജയിച്ചു വരുന്ന ടീമുമായി 2ാം ക്വാളിഫയർ ജയിച്ചാൽ ഗുജറാത്തിന് ഫൈനലിലെത്താം. എതിരാളികളെയും കാത്ത് രാജാവും സൈന്യവും അവിടെ കാത്തിരിപ്പുണ്ടാകും. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അങ്ങനെ ഒരു ഫൈനൽ ഉണ്ടാകുമെന്ന്? പ്രഡിക്ഷൻ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. എന്തായാലും RCBയുടെ ഫൈനലിലെ എതിരാളികളെ കാത്തിരുന്ന് തന്നെ കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. മറ്റൊരു കിടിലൻ വീഡിയോയുമായി കാണാം.